അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമ പാരായണ പഠനത്തിൻ്റെ അടുത്ത ദിനത്തിലേക്ക് സ്വാഗതം. ഇന്ന് 84ാമത്തെ നാമം മുതൽക്കാണ് നാം തുടരുന്നത്. ഹരനേത്രാഗ്നിസന്ദഗ്ധകാമസഞ്ജീവനൌഷധി എന്ന നാമത്തോടു കൂടിയിട്ടാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഹരനേത്രാഗ്നിസന്ദഗ്ധകാമസഞ്ജീവനൌഷധി വിസർഗം അവസാനിക്കുന്ന പദമാണ്. അതിനാൽ കാമസഞ്ജീവനൌഷധി എന്ന് ഉച്ചരിക്കാം, വിരോധമില്ല. ഹരനേത്രാഗ്നിസന്ദഗ്ധകാമസഞ്ജീവനൌഷധി. ഹരനേത്രാഗ്നിസന്ദഗ്ധകാമസഞ്ജീവനൌഷധി. ഹരനേത്രാഗ്നിസന്ദഗ്ധകാമസഞ്ജീവനൌഷധി എന്ന നാമം. വിസർഗം ഹി എന്ന് കൂട്ടി ഉച്ചരിച്ചാൽ ഇവിടെ ഇകാരാന്തമായിരിക്കുന്ന വിസർഗമായതുകൊണ്ട് കാമസഞ്ജീവനൌഷധി എന്ന് ഉച്ചരിക്കുന്നതിൽ വിരോധമില്ല. കഴിഞ്ഞ ദിവസം ചിലർ സംശയമായിട്ട് ചോദിച്ചിരുന്ന ഒരു ഭാഗത്ത്, അതായത് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവരിഷിണി എന്ന് അവിടെ വിസർഗം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അവിടെ വിസർഗമില്ല. ശസ്ത്ര പ്രത്യസ്ത്രവരിഷിണി എന്നാണ് അവിടെ നാമം. അവിടെ വിസർഗമില്ല. അതിനുശേഷം വരുന്ന കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി എന്നുള്ളിടത്താണ് വിസർഗമുള്ളത്. ആകൃതി എന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിസർഗമുള്ള ഇകാരാന്തം ശബ്ദമായതുകൊണ്ട് ആകൃതി എന്ന് അല്ലെങ്കിൽ ആകൃതി എന്ന് ഉച്ചരിക്കുക. അപ്പം അതിനു മുമ്പേയുള്ള വരിയിൽ ഭണ്ഡാസുരേന്ദ്ര നിർമുക്തങ്ങളായിരിക്കുന്ന ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രവരിഷിണി, പ്രത്യസ്ത്രങ്ങളെ വരിഷിക്കുന്നവൾ എന്ന നിലയിൽ അവിടെ ദീർഘ അന്ത്യമായിരിക്കുന്ന രീതിയിലാണ്. അവിടെ വിസർഗമില്ല. ഇനി അടുത്ത നാമം ശ്രീമദ് വാഗ്ഭവകൂടൈകസ്വരൂപമുഖ പങ്കജ. ശ്രീമദ് വാഗ്ഭവകൂടൈകസ്വരൂപമുഖ പങ്കജ. ഇവിടെ ശ്രീമദ് വാഗ്ഭവ എന്നുള്ള ഭാഗത്തൊക്കെ ദ് വാഗ് എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശ്രീമദ് വാഗ്ഭവകൂടൈക. ശ്രീമത്ത് വാക്ക് ഭവ എന്നുള്ള അക്ഷരം എന്നുള്ള വാക്കുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ഠാധ
കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. അവിടെ അധ എന്നുള്ള വാക്കിന് ശേഷം വിസർഗമുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചുച്ചരിക്കണം. കണ്ഠാധ കടിപര്യന്ത എന്ന് ചിലർ ചൊല്ലി കേട്ടിട്ടുണ്ട്. അങ്ങനെ ചൊല്ലരുത്. കണ്ഠാധ കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. മുറിക്കരുത്, മുറിക്കാതെ ചൊല്ലണം. ഇപ്പോൾ പറഞ്ഞ 3 നാമങ്ങളും മുറിക്കാതെ തന്നെ ചൊല്ലേണ്ടതാണ്. ഇടയിൽ വെച്ച് മുറിക്കരുത്. ഇവിടെ ഒരു വിസർഗം കണ്ഠാധ എന്ന് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് അവിടെ ആ വിസർഗം കൂടി കേൾക്കപ്പെടുന്ന വിധത്തിൽ വേണം ആ നാമം ഉച്ചരിക്കാൻ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഒന്ന് വീണ്ടും ചൊല്ലാം. കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. കണ്ഠ ഠ എന്നുള്ള അക്ഷരം കണ്ഠ എന്നൊന്നും ആയി പോരുത്. കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. അവിടെയും സ്വരൂപിണി എന്ന് ദീർഘമായിട്ട് അവസാനിക്കുന്നു. ശക്തികൂടൈകതാപന്ന കട്യഥോഭാഗ്യധാരിണി. ശക്തികൂടൈകതാപന്ന കട്യഥോഭാഗ്യധാരിണി. ശക്തികൂടൈകത ശ്രദ്ധിക്കുക. ശ്രീമദ് വാഗ്ഭവകൂടൈക. അതുപോലെ തന്നെ ഇവിടെ ശക്തികൂടൈകതാപന്ന. ആപന്ന എന്നും ശക്തികൂട ഏകത എന്ന് കൂടി ചേരുമ്പോൾ ശക്തികൂടൈകത. അത് കഴിഞ്ഞ് ആപന്ന. അപ്പൊ ഇത് ഒക്കെ വായിക്കുമ്പോൾ അത് കൂടി വരുന്ന സമയത്ത് ശക്തികൂടൈകതാപന്ന, പിന്നെ കട്ടി അധോഭാഗ്, കടിയുടെ അധോഭാഗം എന്നുള്ള അർത്ഥത്തിൽ കട്ടി അധോഭാഗ് കട്ടി അധോഭാഗധാരിണി. നല്ലോണം മനസ്സിരുത്തി ചൊല്ലുക ഈ നാമം. ശക്തികൂടൈകതാപന്ന കട്ടി അധോഭാഗധാരിണി. ഒന്നുകൂടി ചൊല്ലാം. ശക്തികൂടൈകതാപന്ന കട്യഥോഭാഗധാരിണി. ഇനി അങ്ങോട്ട് ഒന്നിച്ച് ഒരു വരി മുഴുവൻ മുറിക്കാതെ ചൊല്ലുന്ന നാമങ്ങളല്ല. ഇനി കുറച്ച് ചെറിയ ചെറിയ നാമങ്ങളാണ്. മൂലമന്ത്രാത്മിക. അതിൽ സംശയം വരാൻ സാധ്യതയില്ല. മൂലമന്ത്രാത്മിക, മൂലമന്ത്രാത്മിക. പിന്നെ മൂലകൂടത്രയ കളേബര. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ആ ശ്ലോകത്തിന്റെ ഒരു ഭാഗം ഉണ്ടാവുന്നത്. അപ്പൊ ചില ആളുകൾ ചൊല്ലുന്ന സമയത്ത് മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര അങ്ങനെ ചൊല്ലാറുണ്ട്. അങ്ങനെ അത് മുറിയരുത്. മൂലകൂടത്രയ കളേബര എന്നൊരൊറ്റ വാക്കാണ്. അപ്പൊ അവിടെ മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര എന്ന് വേണം ചൊല്ലാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ വളരെയധികം ഈ ആളുകൾ ഇങ്ങനെ പല തർക്കങ്ങളും പറയാറുണ്ട്. അതായത് സംസ്കൃത ഭാഷയിൽ ല എന്നും ള എന്നും നമ്മൾ ഉച്ചരിക്കുന്ന സമ്പ്രദായത്തില് ലിപിയില് ഒറ്റ അക്ഷരയുള്ളൂ ല എന്ന്. അപ്പോ അത് പ്രായേണ ഭാരതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ആളുകളുടെ ഉച്ചാരണ സമ്പ്രദായം അനുസരിച്ച് അതുള്ള എന്നാവാറുണ്ട് അധികവും. ഇപ്പോൾ ഭജനാവലി എന്നുള്ളതിന് ഭജനാവളി എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത് ഒരു
ഈ ദ്രാവിഡ ദേശത്തുള്ള ഒരു ഉച്ചാരണ രീതിയാണ്. കേരളം, തമിഴ്നാട്, അതുപോലെ കർണാടക, ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെയുള്ളവർ മുമ്പ് കൂടുതൽ അങ്ങനെയാണ് ഉച്ചരിച്ചിരുന്നത്. ഇപ്പം പിന്നെ അത്തരത്തിലുള്ള ഭേദങ്ങളൊന്നും വല്ലാണ്ട് ഇല്ല. എന്നാലും അപ്പം അതുകൊണ്ടാണ് ഈ ല ള എന്നുള്ള ഭേദം. കുലം, കുളം. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കൗളമാർഗം എന്ന് പറയുന്നു, കൗലമാർഗം എന്ന് ഭാരതത്തിൻ്റെ ഉത്തരദേശത്തുള്ളവർ പറയുന്നു. അതിൽ അങ്ങനൊരു ഭേദം യഥാർത്ഥത്തിൽ കൽപ്പിക്കേണ്ട കാര്യം ഇല്ല. സംസ്കൃത ഭാഷയിൽ ലളയോരഭേദ എന്നൊരു പ്രമാണം പറയാറുണ്ട്. ല ള ഇവ തമ്മിൽ ഭേദം ഇല്ല എന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ കളേബര എന്ന് ഉച്ചരിക്കുന്നതിന് പകരം കലേബര എന്ന് ഉച്ചരിച്ചാൽ തെറ്റില്ല. ഇതുപോലെ തന്നെയാണ് വ എന്നും ബ എന്നുള്ള അക്ഷരങ്ങൾ. അപ്പോൾ അതും കളേവര എന്ന് ഉച്ചരിക്കുന്നവരുണ്ട്. കളേബര, കളേവര, കലേവര, കലേബര. ഇത് നാലും തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമില്ല. വ ബ യോ അഭേദ എന്നും പറയാറുണ്ട്, ലളയോരഭേദ എന്നും പറയാറുണ്ട്. അപ്പോൾ പല ദിക്കിലൊക്കെ ബിഭ്രതി എന്നൊക്കെ ഉള്ള ദിക്കിൽ ചിലപ്പോൾ വിഭ്രതി എന്ന് പറയണവരുണ്ട്. അത് ചില പക്ഷങ്ങളാണ്. എന്താണ് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് കളേബര എന്നായാലും കളേവര എന്നായാലും കലേബര എന്നായാലും കലേവര എന്നായാലും അർത്ഥത്തിന് വ്യത്യാസമില്ല. അത് ഉച്ചാരണത്തിലുള്ള ചില സമ്പ്രദായ ഭേദം അത്രയേ ഉള്ളൂ. അപ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ ഈ അക്ഷരം മാറി എഴുതിയത് കാണുമ്പോൾ നമുക്ക് പരിഭ്രമം ഉണ്ടാവും. അപ്പം ചിലരൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു ഈ ല ള. ഇപ്പോൾ ലളിത എന്ന് നമ്മൾ പറയുമല്ലോ, ലളിത എന്നാണ് ഉത്തരദേശത്തുള്ളവരൊക്കെ പറയുക. അത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ലളിത എന്ന് തന്നെ പറയണോ? ലളിത എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ എന്ന് പരിഭ്രമിക്കേണ്ട. അത് ഈ ദേശഭേദം കൊണ്ട് ഉച്ചാരണത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അതിൽ പരിഭ്രമിക്കാനില്ല. അപ്പൊ ഇവിടെ ഈ നാമം മൂലകൂടത്രയ കളേബര അല്ലെങ്കിൽ കളേവര എങ്ങനെയാണ് നിങ്ങൾക്ക് ഉച്ചരിക്കുമ്പോൾ വ്യക്തമായി എളുപ്പത്തിൽ ഈ ഉച്ചാരണത്തിലുള്ള സമ്പ്രദായ ഭേദങ്ങളൊക്കെ ഉച്ചാരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കളേവര എന്ന് ഉച്ചരിക്കാനാണ് എളുപ്പം തോന്നുന്നത് വെച്ചാൽ അങ്ങനെ, കളേബര എന്നാണ് ശീലിച്ചത് അങ്ങനെയാണ് വായിൽ വരണം വെച്ചാൽ അങ്ങനെ. രണ്ടായാലും അതിലബദ്ധം ഇല്ല. പക്ഷെ മൂലമന്ത്രാത്മിക, മൂല എന്നിങ്ങനെ മുറിച്ച് ചൊല്ലരുത്. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര അല്ലെങ്കിൽ മൂലകൂടത്രയ കളേബര ഇങ്ങനെയാണ് പറയുന്നത് വായിൽ വെച്ചാൽ. അത് ളാന്നാച്ച ള, ലാന്നാച്ച ല. സംസ്കൃതത്തില് ഇതിന് രണ്ടിനും ഒരു ലിപിയില് ഒരു തരത്തിലെ എഴുത പതിവുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ഒരുപാട് നാമങ്ങളിൽ ഈ ലളയോരഭേദ എന്നുള്ള പ്രമാണം തുടർന്ന് ഉച്ചരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് ഒക്കെ പലരും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ നിഷ്കർഷിക്കാറുണ്ട്. പക്ഷെ ഭാഷയിൽ അങ്ങനെ മലയാളത്തിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ല ള ഇവ രണ്ടുണ്ടെങ്കിലും സംസ്കൃതത്തിൽ അങ്ങനെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് രണ്ട് തരത്തിലും ഉച്ചരിക്കുന്നത് ഒരു തെറ്റായിട്ട് കണക്കാക്കേണ്ടതില്ല. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര. ഇനി അടുത്തത് കുലാമൃതൈകരസിക. അവിടെയും കുളാമൃതൈകരസിക എന്ന് വെച്ചാൽ അങ്ങനെ കുലാമൃതൈകരസിക. നമ്മൾ തെക്ക് ദേശത്തുള്ളവരൊക്കെ അധികവും കുളാമൃതൈകരസിക, കുളാമൃതൈകരസിക, കുല അമൃത ഏക രസിക കൂടി ചേർന്ന് കുലാമൃതൈകരസിക. അതുപോലെ തന്നെ കുലസങ്കേത പാലിനി. ള എന്ന് വെച്ചാൽ അങ്ങനെ ഉച്ചരിക്കാം. കുലസങ്കേത പാലിനി, കുലസങ്കേതത്തെ പാലിക്കുന്നവൾ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉച്ചരിക്കുമ്പോഴാണോ അത് അർത്ഥം വ്യക്തമായിട്ട് ബോധിക്കാൻ
സാധിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഉച്ചരിച്ചോളൂ, ഭഗവതി ദേഷ്യപ്പെടില്ല. കുലസങ്കേത പാലിനി, കുലാമൃതൈക രസിക ഒരു നാമം, കുലസങ്കേത പാലിനി. അടുത്തത് കുലാംഗന, ഒറ്റ വാക്കാണ്. കുല എന്നും അങ്കന എന്നും കൂടി ചേർന്ന് കുലാംഗന. കുലാന്തസ്ഥ, കൗലിനി, കുലയോഗിനി. ഇത് ഒക്കെ കൂടി ചേർന്നിട്ടാണ് ആ വരി പൂർണ്ണമാവുന്നത്. കുലാമൃതൈക രസിക കുലസങ്കേത പാലിനി, കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി. ഇനി അകുല, കുലല്ലാത്തവള് എന്നുള്ള അർത്ഥത്തിൽ അകുല. സമയാന്തസ്ഥ, സമയാചാര തത്പര, സമയാചാര തത്പര, സമയ ആചാര തത്പര കൂടി ചേർന്ന് സമയാചാര തത്പര. മൂലാധാരൈക നിലയ, മൂലാധാരൈക നിലയ, മൂല ആധാര ഏക നിലയ ഒക്കെ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ മൂലാധാരൈക നിലയ എന്ന് ചൊല്ലണം. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. വിഭേദിനി അക്ഷരങ്ങൾ വിഭേദിനി എന്നൊന്നും ആയി തീരരുത്, ശ്രദ്ധ വച്ച് ഉച്ചരിക്കണം. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. മണിപൂരാന്തരുദിത, മണിപൂരാന്തരുദിത, മണിപൂര അന്ത ഉദിത കൂടി ചേർന്ന് മണിപൂരാന്തരുദിത. വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ആജ്ഞാചക്ര അന്തരാളസ്ഥ, ആജ്ഞാചക്ര അന്തരാളസ്ഥ കൂടി ചേർന്ന് ആജ്ഞാചക്രാന്തരാളസ്ഥ, ആജ്ഞാചക്രാന്തരാളസ്ഥ. രുദ്രഗ്രന്ഥി വിഭേദിനി. സഹസ്രാര അംബുജ ആരൂഢ, സഹസ്രാര അംബുജ ആരൂഢ, സഹസ്രാര അംബുജ ആരൂഢ. സുധാസാരാഭിവരിഷിണി, സുധാസാര അഭിവരിഷിണി, സുധാസാരാഭിവരിഷിണി കൂടി ചേർന്ന് സുധാസാരാഭിവരിഷിണി. ഇനി തടില്ലതാ സമരുചി, തടിത്ത് ലതാ സമരുചി കൂടി ചേർന്ന് തടില്ലതാ സമരുചി. ഇത് വിസർഗമുള്ള വാക്കാണ്. ആ വിസർഗം ഉച്ചരിക്കുമ്പോൾ അടുത്ത നാമം ഷഡ് ചക്രോപരി സംസ്ഥിത, ഷട്ട് ചക്ര ഉപരി സംസ്ഥിത. അവിടെ ഷഡ് എന്നായി തീരും. അത് ഷഡ് ചക്രോപരി സംസ്ഥിത. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് ഉച്ചരിക്കുമ്പോൾ തടില്ലതാ സമരുചി ഷഡ് ചക്രോപരി സംസ്ഥിത. തടില്ല, തടിൽ എന്നല്ല തട്ടി എന്നാണ്. തടില്ലതാ, തടില്ലതാ സമരുചി ഷഡ് ചക്രോപരി സംസ്ഥിത. ഇവിടെ വിസർഗമുണ്ട്, അത് വിട്ടുപോരുത്. തടില്ലതാ സമരുചി ഷഡ്ചക്ര അങ്ങനെ വായിക്കരുത്. തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത. മഹാസക്തി,
മഹാസക്തി വിസർഗണ്ട്. മഹാസക്തി കുണ്ടലിനി എന്ന് ഉച്ചരിക്കുക. കുണ്ടലിനി എന്നടുത്ത നാമം മഹാസക്തി കുണ്ടലിനി. മഹാസക്തി കുണ്ടലിനി എന്ന്. പിന്നീട് ബിസതന്തു തനീയസി. ബിസതന്തു തനീയസി. ബിസതന്തു തനീയസി. ബിസതന്തു തനീയസി. ബിസതന്തു തനീയസി. അപ്പോ ഇത്രയും നാമങ്ങളാണ് പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുവരെ ഇന്ന് നമ്മൾ ചൊല്ലിയ ഭാഗങ്ങളൊന്നും ഒന്നിച്ച് ചൊല്ലാം. ഹരനേത്രാഗ്നിസന്ദഗ്ധ കാമസഞ്ജീവനൗഷധി ശ്രീമദ്വാഗ്ഭവകൂടൈകസ്വരൂപമുഖപങ്കജ കണ്ഠാധ കടിപര്യന്തമധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്ന കട്യഥോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാര തത്പരാ മൂലാധാരൈകനിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചിഷട്ചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തു തനീയസി. ഈ ഭാഗങ്ങളിൽ ഈ ലവയോരഭേദ വബ എന്നുള്ള അക്ഷരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളൂ. അത് ല എന്ന് ഉച്ചരിക്കാൻ ആണ് സൗകര്യം, അങ്ങനെയാണ് നല്ലത് എന്ന് തോന്നുന്നവര് കുളാമൃതൈകരസിക, കുളസങ്കേതപാലിനി, കുളാംഗന, കുളാന്തസ്ഥ എന്ന് ചൊല്ലിക്കോളൂ, വിരോധമില്ല. ല എന്നുച്ചരിച്ചാലും ള എന്നുച്ചരിച്ചാലും അതിൽ ഭേദം ഇല്ല. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം പറയട്ടെ. ഇതിനു മുമ്പേ പറഞ്ഞ ചില ഭാഗങ്ങളിൽ ഒന്ന് രണ്ട് പേർക്ക് സംശയമുണ്ടായിരുന്നത് ഗയചക്രരഥാരൂഢ എന്നാണോ ഗേയചക്ര എന്നാണോ എന്നായിരുന്നു. അത് ഭാസ്കരരായരുടെ ഗ്രന്ഥത്തിലൊക്കെ ആ രഥത്തിന്റെ ഒരു നാമമാണത്. ഗേയചക്രരഥാരൂഢ എന്നാണ് കാണുന്നത്, ഗയചക്ര എന്നല്ല. ചില പുസ്തകങ്ങളിൽ ഗയചക്ര എന്ന് കാണുന്നുണ്ട്. അത് തെറ്റായിരിക്കാം എന്നൊന്നും വിചാരിക്കേണ്ട, ഒരു നാമമാണല്ലോ. എന്നാലും ഈ നമ്മൾ ആധാരമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഭാസ്കരരായരുടെ ഗ്രന്ഥത്തിലൊക്കെ ഗേയചക്ര എന്നാണ് കാണുന്നത്. പിന്നെ മറ്റൊരു സംശയം ചോദിച്ചിട്ടുള്ളത് ഈ സുമേരു മധ്യശൃംഗസ്ഥ എന്നും സുമേരു ശൃംഗ മധ്യസ്ഥ എന്നും രണ്ട് തരത്തിലും കാണുന്നുണ്ട്. പാഠഭേദം ഇതിലേതാണ് ശരിയെന്നാണ്. പാഠഭേദം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിലുള്ള വായിക്കുന്നതിലുള്ള ഭേദം, രണ്ട് പക്ഷം എന്നാണ് അതിനർത്ഥം തന്നെ. അപ്പൊ അത് രണ്ട് പക്ഷവും കേൾക്കാറുണ്ട്. ഭാസ്കരരായരുടെ ഗ്രന്ഥത്തിലെ സുമേരു ശൃംഗ മധ്യസ്ഥ എന്നാണ്. അപ്പൊ ഇവിടെ സുമേരു എന്നുള്ള പർവ്വതത്തിന്റെ മധ്യഗതമായിരിക്കുന്ന ശൃംഗത്തിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ളവൾ എന്നുള്ള അർത്ഥമാണ്. സുമേരു മധ്യശൃംഗസ്ഥ എന്നാവുമ്പോൾ. സുമേരു ശൃംഗ മധ്യസ്ഥ എന്നാണെങ്കിലോ സുമേരുവിന്റെ
ശൃംഗങ്ങളിൽ മധ്യവർത്തിയായിരിക്കുന്ന ശൃംഗത്തിൽ ഇരിക്കുന്നവൾ എന്നാണ്. രണ്ടായാലും അർത്ഥത്തിൽ വ്യത്യാസമില്ല, പാഠഭേദമാണ് ഇത്. ഈ BC നമ്മൾ നോക്കുന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ ഇത് പാഠഭേദമായിട്ട്, ഇവിടെ BC ബാലകൃഷ്ണൻ അവർക്കുള്ള ഗ്രന്ഥത്തിലൊക്കെ പാഠഭേദം എന്നുള്ള നിലയ്ക്ക് രണ്ടും കൊടുത്തിട്ടുണ്ട്. സുമേരു മധ്യശൃംഗസ്ഥ എന്നും സുമേരു ശൃംഗമധ്യസ്ഥ എന്നും. ഇതിനെക്കുറിച്ച് പലരും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പം അത് രണ്ട് പക്ഷവും ഉണ്ട്. സുമേരു മധ്യശൃംഗസ്ഥ, സുമേരുവിൻ്റെ മധ്യശൃംഗത്തിൽ സ്ഥാനം ചെയ്യുന്നവൾ, സുമേരു ശൃംഗങ്ങളുടെ മധ്യത്തിലുള്ളതിൽ ഇരിക്കുന്ന വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ രണ്ടായാലും അതിൽ തെറ്റില്ലാതെ പാഠഭേദമാണ്. മഹാലാവണ്യശേവധി, മഹാലാവണ്യശേവധി, അവിടെ വിസർഗം മാത്രമേ ഉള്ളൂ, ദീർഘം ഇല്ല. ശേവധി എന്ന് വെച്ചാൽ നിധി എന്നാണ് അർത്ഥം. ശേവധി അത്രയേ ഉള്ളൂ. അപ്പോൾ മഹാലാവണ്യശേവധി എന്നോ മഹാലാവണ്യശേവധി എന്നോ ഉച്ചരിക്കുക. ധീഹി എന്നില്ല, ശേവധി, ശേവധി അത്രേ ഉള്ളൂ. ഇത്രയും ആണ് സംശയങ്ങൾ ചോദിച്ചതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. തൽക്കാലം വിരമിക്കാം. അടുത്ത ദലത്തിൽ തുടരാം. നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കാം.